സുരേഷ് ഗോപിയുടെ ചെയർമാൻ കസേര മറ്റൊരു സ്ത്രീ വിഷയം കൂടി വന്ന സാഹചര്യത്തിൽ തെറിക്കുമെന്ന് ഉറപ്പായി. പിന്നാലെ കേന്ദ്രമന്ത്രി കസേരയും. ഗുരുതരമായ ആരോപണങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാതിക്രമ പരാതിയിൽ ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്ന് ആരോപിച്ച് വിമൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന സംഘടന രംഗത്തെത്തുകയാണ്. സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ലൈംഗികമായ അതിക്രമ പരാതിയിൽ ചെയർമാൻ ഇടപെടുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഫേസ്ബുക്കിലൂടെയാണ് സംഘടന ഇത് ആരോപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റേണൽ കമ്മിറ്റി ചെയർമാന് പ്രാഥമിക റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നു. 2 മാസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾക്കായി ചെയർമാൻ തീരുമാനമെടുത്തില്ല എന്നാണ് പരാതിക്കാരിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ആരോപിക്കുന്നത്. ശാരീരിക ആക്രമണം, ലൈംഗികാതിക്രമം, ജാതി അധിക്ഷേപം, അസഭ്യ പരാമർശങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പരാതികളാണ് യുവതി ആഭ്യന്തര സമിതിക്ക് നൽകിയിരിക്കുന്നത്. ഇടപെടൽ തേടി പരാതിക്കാരി വാർത്താവിതരണ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലും നടപടിയൊന്നുമില്ല എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റ് നിയമപ്രകാരം പരാതി ലഭിച്ച് 90 ദിവസത്തിനകം ICC റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ചട്ടം. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഗവേണിംഗ് കൗൺസിലിന് മുമ്പാകെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2ാം ഘട്ട അന്വേഷണം ആരംഭിക്കുന്നതിനായി SRFTI അച്ചടക്ക സമിതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ സുരേഷ് ഗോപി ഒപ്പിടേണ്ടതുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം. ഇത്തരത്തിൽ പുതിയ സിനിമയുടെ ഷൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ട് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നു എന്ന് തന്നെ പറയാം.